പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് സ്നേഹമായി കാരുണ്യമായി നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് സ്നേഹനാഥനായ ഈശോയെ, ഈ 3 മണി സമയം നിന്റെ സ്നേഹത്തിലും കരുണയിലും ആശ്രയിച്ചുകൊണ്ട് നിന്റെ കൂടെ ആയിരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി. ഈ ഒരു മഹനീയമായ ദാനത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നിന്റെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുമ്പോൾ ഞങ്ങളുടെ ബോധ്യങ്ങളിലേക്കും ഞങ്ങളുടെ ചിന്തകളിലേക്കും ഒക്കെ ഞങ്ങൾ കൊണ്ടുവരുന്നത്, കർത്താവേ നീ നല്ലവനാണ്, കാരുണ്യവാനാണ്. വചനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യം 103 സങ്കീർത്തനം 18 തിരുവചനം, കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. ഈശോയെ, നിൻ്റെ ഈ ഒരു ദൈവിക സ്വഭാവം ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളോട് കാണിച്ച വലിയ സ്നേഹവും കരുണയും ഒക്കെ ഓർത്തുകൊണ്ട് ഈ മണിക്കൂറിൽ ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ, ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച പീഡാനുഭവത്തെ എല്ലാം ഓർത്തുകൊണ്ട് അങ്ങയുടെ വാഗ്ദാനങ്ങൾ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ മണിക്കൂറിൽ അങ്ങ് വാഗ്ദാനം ചെയ്ത എല്ലാ കൃപകളും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നു ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ അനന്തമായ കരുണയെ ധ്യാനിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ ആ ഒരു വലിയ സ്നേഹവും കരുണയുമൊക്കെ മനുഷ്യവംശം അനുഭവിച്ചതും തിരിച്ചറിഞ്ഞതും ഈശോയിലൂടെയാണ്. ദൈവത്തിൻ്റെ കരുണയുടെ മറ്റൊരു പേരാണ് ഈശോ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു വലിയ ബോധ്യത്തോടുകൂടെ നമ്മൾ ചിന്തിക്കുന്നത്, വിശുദ്ധ കുർബാന ദൈവ കരുണയുടെ ഒരു ഉറവിടമാണെന്നുള്ളതാണ്. പ്രധാനമായി 2 കൂദാശ, ദൈവത്തിൻ്റെ കരുണ ലഭിക്കുവാനായിട്ടുള്ള കരുണയുടെ കൂദാശകളാണ് വിശുദ്ധ കുർബാനയും വിശുദ്ധ കുമ്പസാരം. വിശുദ്ധ കുർബാനയുടെ ആ ഒരു മഹാത്മ്യം നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകിയ ദൈവത്തിൻ്റെ കരുണയുടെ ഒരു വലിയ അനുഭവമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുന്നിടത്ത് ദിവ്യകാരുണ്യനാഥനെയും വിശുദ്ധ കുർബാനയെയും പ്രണയിക്കുന്നവരായി നമ്മുടെ ജീവിതങ്ങൾ മാറും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള ഈശോയുടെ പ്രബോധനമാണ്. പ്രകാരമാണ് ആധികാരികതയോടുകൂടെ ഈശോ പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഈശോ പറയുന്നുണ്ട്, 6-ാം അധ്യായം 81-ാം തിരുവചനം പറയുന്നു, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. അതായത് ഈശോ തൻ്റെ ശരീരവും രക്തവും നമുക്ക് നൽകിക്കൊണ്ട് നമ്മളോട് വാഗ്ദാനം ചെയ്യുകയാണ്, മകനെ, മകളെ, നീ ഇത് ഭക്ഷിച്ചാൽ നീ എന്നേക്കും ജീവിക്കും. എൻ്റെ ശരീരവും ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നേക്കും ജീവിക്കും. ഈശോ തരുന്നൊരു വലിയ ഒരു ഉറപ്പ് വാഗ്ദാനവുമാണ് നമ്മളവിടെ കാണുക. വിശുദ്ധ കുർബാനയിൽ നമ്മൾ അനുസ്മരിക്കുക ഇത് തന്നെയാണ്. അതായത് നമ്മുടെയൊക്കെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളൊക്കെ കൂടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് നമ്മൾ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവരാണ് പലപ്പോഴും. പക്ഷേ നമ്മുടെയൊക്കെ സൗകര്യങ്ങൾക്കനുസരിച്ച് പലപ്പോഴും അതിനൊക്കെ മാറ്റങ്ങൾ വരാറുണ്ട്, മനോഭാവങ്ങൾക്ക് മാറ്റം വരാനുണ്ട്. വിശുദ്ധ കുർബാനയോടുള്ള നമ്മുടെ അടുപ്പമൊക്കെ പലപ്പോഴും അതിനൊക്കെ ഒത്തിരിയേറെ മാറ്റങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷെ അവിടെ ഏറ്റവും തീക്ഷ്ണതയോടെ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാനായിട്ട്
നമ്മളെ സഹായിക്കുന്നത് നമ്മൾ തിരിച്ചറിയുന്ന ചില ബോധ്യങ്ങളാണ്. വിശുദ്ധ കുർബാന ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു കുദാശ മാത്രമല്ല, മറിച്ച് ദൈവത്തിൻ്റെ അളവറ്റ കരുണയും സ്നേഹവും നിറഞ്ഞിരിക്കുന്ന ഒരു മഹത്തായ ഒരു നൈവേദ്യമാണെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. അതായത് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്നത് എല്ലാ കൃപകളുടെയും ദാതാവായ ദൈവത്തെ തന്നെയാണ്. അതായത് ഓരോ കുദാശകളിലൂടെയും നമുക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭ്യമാകാനായിട്ടുള്ള ദൃശ്യമായ അടയാളങ്ങളാണ് ഓരോ കൂദാശ. പക്ഷേ വിശുദ്ധ കുർബാനയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കൂദാശകളുടെ കൂദാശ എന്ന പേരിൽ അറിയപ്പെടും. അതായത് കൃപകളുടെ ദാതാവായ ദൈവത്തെ തന്നെയാണ് നമ്മൾ സ്വീകരിക്കുക. വചനം പറയുന്നത് കൃത്യമായിട്ടും ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ നമ്മൾ സ്വീകരിക്കുക. അതായത് ഈശോയെ തന്നെ. ഇതിൽ പരം ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് ഈശോയാണെങ്കിൽ ആ ഈശോയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ വിശുദ്ധ കുർബാന ദൈവ കരുണയുടെ ഒരു വലിയ സ്രോതസ്സായിട്ട് മാറുകയാണ്. കരുണയുടെ ഉറവിടമായ ക്രിസ്തുവിനെ തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ അപ്രകാരം ആ ഒരു വലിയ ബോധ്യത്തോടെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് പരിശ്രമിച്ച് നോക്കുകയും നമ്മുടെ ചിന്താഗതികൾ മാറും, നമ്മുടെ പല വിചാരങ്ങളും മാറും. ഏറ്റവും സ്നേഹത്തോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റും. രണ്ടാമതായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് നമ്മുടെ ജീവിതങ്ങളും കുർബാനയായി മാറാൻ വേണ്ടി വിളിക്കപ്പെട്ടതാണെന്നും വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മുടെ ജീവിതങ്ങളിലും എപ്രകാരമാണോ ഈശോ നമുക്ക് വേണ്ടി കരുണയായിട്ട് മാറിയത്, സ്നേഹമായിട്ട് മാറിയത്, അപ്രകാരം നമ്മുടെ ജീവിതങ്ങൾ മാറാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പങ്കുവച്ചൊരു കാര്യം ഇതാണ്. അത് സ്നേഹമുണ്ട് എന്ന് പറയുകയും സ്നേഹിക്കപ്പെടുന്ന വ്യക്തി അവരെ അവഗണിക്കുകയും ചെയ്യുമ്പോൾ എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഒരു അനുഭവമാണെന്ന് പറഞ്ഞു. അതായത് ഇതുപോലെ സ്നേഹമുണ്ടെന്നൊക്കെ പറയുകയും ചെയ്യും, അതേസമയത്ത് സ്നേഹിക്കാതെ, കരുതലില്ലാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാതെ എപ്പോഴും അവഗണനയും അതുപോലെ തന്നെ അവരെയൊക്കെ മുഷിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമൊക്കെ ചെയ്യുമ്പോൾ ഇഞ്ചിഞ്ചായി കൊല്ലുന്നൊരനുഭവം. പ്രിയപ്പെട്ടവരെ, അപ്രകാരം അല്ല നമ്മൾ യഥാർത്ഥ സ്നേഹം നമ്മൾ കാണുന്നത് കുരിശിലാണ്. കാൽവരിയിലെ കുരിശിലെ ബലിയുടെ ആ ഒരു ഓർമ്മയാണ് വിശുദ്ധ കുർബാനയെങ്കിൽ അപ്രകാരം നമ്മുടെ ജീവിതങ്ങൾ മാറുവാനായിട്ട്, അതായത് സ്നേഹം ത്യാഗത്തിലാണ് പൂർണ്ണമാകുന്നതെന്ന് പൂർണ്ണമായ ബോധ്യത്തോടുകൂടെ നമ്മുടെ ജീവിതങ്ങളും അപ്പമായി മാറുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ ചിന്തകളിലും നമ്മുടെ ധ്യാനങ്ങളിലും നമുക്ക് കൊണ്ടുവരാവുന്ന കാര്യം, ഇത്രയേറെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുത്തിട്ട് നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. എനിക്ക് സ്നേഹമായിട്ട് മാറാൻ പറ്റുന്നുണ്ടോ? ഈശോയെപ്പോലെ എൻ്റെ ശരീരം അപ്പമായി മറ്റുള്ളവരുടെ ജീവിതങ്ങൾക്ക് വേണ്ടി മുറിച്ച് നൽകുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ മുമ്പിലുള്ളൊരു വലിയ ചലഞ്ചാണ്. പലപ്പോഴും നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എൻ്റെ കാര്യം നടക്കണം, എൻ്റെ സന്തോഷങ്ങൾ നടക്കണം, എൻ്റെ ഇഷ്ടങ്ങൾ മാത്രം നടക്കണം, മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നോ അതെനിക്കൊരു വിഷയമുള്ള കാര്യമല്ല. ആ ഒരു മനോഭാവത്തോടെ അല്ല, മറിച്ച് യഥാർത്ഥ സ്നേഹം എപ്പോഴും അത് ത്യാഗം ഉൾക്കൊള്ളുന്നതാണ്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു തീർക്കുന്നതിൻ്റെ മറ്റൊരു പേരാണ് സ്നേഹം. ഇതുതന്നെയാണ് ക്രിസ്തു വിശുദ്ധ കുർബാനയിൽ നമുക്ക് പറഞ്ഞു തരിക. എൻ്റെ ശരീരം മുഴുവനും ഞാൻ നിങ്ങൾക്ക് തരിക, എൻ്റെ രക്തം മുഴുവനും ഞാൻ നിങ്ങൾക്ക് തരിക, നിങ്ങളിത് ഭക്ഷിച്ചു നിങ്ങൾക്ക് നിത്യജീവനുണ്ടാവും, ഒരിക്കലും നീ നശിച്ചു പോകത്തില്ല. ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒരു വലിയ ഒരു പ്രബോധനമാണ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കാണുക. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം കരുണ കാണിച്ച ദൈവം, ഇപ്രകാരം സ്നേഹം കാണിച്ച ദൈവം നമ്മളോട് പറയുന്ന കാര്യം, മകനെ മകളെ, എൻ്റെ കരുണയിലും സ്നേഹത്തിലും നീ ശരണം വയ്ക്കുക, നിനക്ക് നിത്യജീവനുണ്ടാകും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയിലേക്ക് നമ്മളെ നയിക്കാനായിട്ടുള്ള ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ്. ഇതുപോലെ സ്നേഹം കാണിച്ചിട്ട് ആ സ്നേഹത്തെ മാനിക്കാതെ അതിനെ പരിഗണിക്കാതെ നമ്മൾ മാറിപ്പോകുമ്പോൾ ഇഞ്ചിഞ്ചായി മരിക്കുന്ന ഒരു വലിയ മനസ്സോടെ വേദനയോടെയാണ് ഈശോ ഇന്നും ജീവിക്കുക. നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഇത്രമാത്രം വേദനിപ്പിച്ചിട്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വരുന്ന ഈശോയുടെ ആ ഒരു സ്നേഹവും കരുണയും ഒക്കെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സും ശരീരവും ഒക്കെ ഒത്തിരിയേറെ സ്വാർത്ഥതയിൽ മൂടപ്പെട്ടിരിക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും ഇന്നത്തെ ധ്യാനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം,
ദിവ്യകാരുണ്യത്തിലെ ഈശോയുടെ സ്നേഹവും കരുണയും തിരിച്ചറിഞ്ഞ് ഓരോ ദിവ്യകാരുണ്യവും അല്ലെങ്കിൽ ആ ഓരോ വിശുദ്ധ കുർബാനയും നമ്മുടെ കരുണയുടെ ദൈവത്തിൻ്റെ കരുണയുടെ സ്രോതസ്സാണ്, ഉറവിടമാണ് എന്നുള്ള ബോധ്യത്തോടെ വിശുദ്ധ കുർബാനയെ നമ്മൾ സമീപിക്കണമെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് കരുണയുടെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ, നിൻ്റെ കരുണ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അനുഭവേദ്യമാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓരോ പ്രാവശ്യവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഏറ്റവും തീക്ഷ്ണമായി തീവ്രമായ സ്നേഹത്തോടെ നിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും വിശുദ്ധ കുർബാനയിലെ ഈശോയെ നിന്നെ സ്നേഹിക്കുവാനും പ്രണയിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ നമ്മെ ആശീർവദിക്കാനായിരിക്കുന്ന സമയം നമ്മളെല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കും. നമ്മൾ കേട്ടതുപോലെ വിശുദ്ധ കുർബാന ഈശോ നമുക്ക് വേണ്ടി നൽകിയ ഏറ്റവും വലിയ സമ്മാനം ദൈവത്തിൻ്റെ കരുണയുടെ ഒരു വലിയ അനുഭവമാണ്, കരുണയുടെ ഉറവിടമാണ്. കാരണം ഓരോ വിശുദ്ധ കുർബാനയിൽ നമ്മൾ സ്വീകരിക്കുന്നത് കരുണയുടെ സ്രോതസ്സായ ഈശോയെ തന്നെയാണ്. ഓരോ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും ഓരോ വിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴും ആ ഒരു വലിയ ബോധ്യത്തോടെ ദൈവത്തിൻ്റെ കരുണ ലഭിക്കുവാനായിട്ട് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെയും വ്യക്തിബന്ധങ്ങളെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കും. ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരെല്ലാം പ്രത്യേക നിയോഗങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, നിൻ്റെ കരുണയാൽ അവരുടെ ജീവിതങ്ങളെ സമ്പുഷ്ടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തെയും ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകളെയും ഈ വരും ദിവസങ്ങളിൽ നടക്കുന്ന ആന്തരിക സൗഖ്യ വാരാന്ത്യ ധ്യാനത്തെയും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മേലും ആലയത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ കുടുംബങ്ങളുടെ പേരിൽ നിൻ്റെ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവെ ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.